പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമുക്കൊരു നിമിഷം ഈ വചനഭാഗം ഒന്ന് ധ്യാനിക്കാം. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരേക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഈ ഒരു വചനഭാഗത്തിൽ ദൈവത്തിന് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെയാണ് ചൊരിഞ്ഞിരിക്കുന്നത്. ഈ ദൈവം മനുഷ്യനിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ അളവ് എത്രമാത്രമാണെന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോ ഓരോ മനുഷ്യരെയും അഗാധമായി ഓരോ നിമിഷവും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ എല്ലാ കഴിവുകളും തൻ്റെ എല്ലാ ശക്തിയും മനുഷ്യർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് ഓരോ നിമിഷവും മനുഷ്യരെ കാത്തുപരിപാലിക്കുന്നു. ഈശോയിലൂടെ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ അളവ് എത്രമാത്രമാണെന്ന് തുറന്നു കാണിക്കുന്ന ഒരു വചനഭാഗമാണ് ഇത്. ഏശയ്യാ പ്രവാചകൻ പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ, ആ ഒരു കുഞ്ഞ് വയറ്റിൽ രൂപപ്പെടുന്ന ആ ഒരു നിമിഷം മുതൽ എത്രമാത്രം സ്നേഹമാണ് ഒരു അമ്മ ആ കുഞ്ഞിനോട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പൊന്നോമനയെ നെഞ്ചോട് ചേർക്കുവാനുള്ള ഒരു ദാഹം ആ സ്ത്രീയുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. ആ കുഞ്ഞ് ആ സ്ത്രീയുടെ വയറ്റിൽ രൂപപ്പെടുമ്പോൾ അതിനെ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് അതിന് ജനിക്കുന്ന ഒരു നിമിഷം വരെ ആ അമ്മ അതിനെ പരിപാലിക്കുന്നത്. തൻ്റെ വയറ്റിലുള്ള ആ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിലൊരു അനക്കക്കുറവോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം വിഷമിക്കുന്നു. തൻ്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ട് അത്രമാത്രം ശ്രദ്ധയോടെയും ആകാംക്ഷയോടെയും ആ കുഞ്ഞിന് വേണ്ടി അമ്മ തൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായും വിലപ്പെട്ട രാത്രികൾ നഷ്ടപ്പെടുത്തി അതിനു വേണ്ടി കാത്തുപരിപാലിച്ച് അതിൻ്റെ ആ ഒരു ജനനം വരെ ഒരുപാട് ആകാംക്ഷയോടെയാണ് ഒരു അമ്മ ആ കുഞ്ഞിനെ നോക്കിക്കാണുന്നത്. ഈശോ പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹം എത്രമാത്രമാണോ അതിൽ എത്രയോ ഉപരിയാണ് ഈശോ നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. താൻ നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞിനെ അമ്മ തൻ്റെ മാറോടണച്ച് എപ്പോഴും തൻ്റെ സ്നേഹം ആ കുഞ്ഞിന് പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ പറയുകയാണ്, ഏതൊരു അവസ്ഥയിലായാലും വളർന്നു വരുന്ന ആ ഒരു കുഞ്ഞ് പിന്നീട് ഒരു പക്ഷേ അമ്മയുടെ സ്നേഹം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയെന്ന് വരാം. പക്ഷേ നമ്മൾ ഏതൊരു അവസ്ഥയിലായാലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സ്വന്തം അമ്മ മറന്നാലും അച്ഛൻ മറന്നാലും ആരൊക്കെ നമ്മളെ കൈവിട്ടാലും നമ്മൾ ഒറ്റപ്പെട്ടാലും നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. തൻ്റെ അനന്തമായിട്ടുള്ള ആ ഒരു സ്നേഹം ഈശോ എപ്പോഴും നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമുക്ക് നൽകുന്ന ആ ഒരു സ്നേഹം നമ്മൾ മാനുഷികപരമായിട്ടുള്ളൊരു സ്നേഹമല്ല, അത് ദൈവസ്നേഹമാണ്. ദൈവം ചൊരിയുന്ന ആ ഒരു സ്നേഹം നമ്മളെ മനസ്സിനെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും നമുക്ക് ധൈര്യം നൽകുകയും ചെയ്യുന്നു. ഈശോ പറയുകയാണ്, മകനെ, മകളെ, നീ എത്രമാത്രം മനസ്സ് വേദനിച്ചാണ് ജീവിക്കുന്നത്, നീ എത്രമാത്രം സഹനത്തിലൂടെയാണ് പോകുന്നത്. എന്നാലും നിൻ്റെ മനസ്സിനെ ഒരു നിമിഷം പോലും ഞാൻ മുറിവേൽക്കാൻ സമ്മതിക്കില്ല.
നിന്റെ മുറിവിലേക്ക് ഞാൻ എൻ്റെ ആ ഒരു സ്നേഹം ചൊരിയും. ഏതൊരവസ്ഥയിലായാലും എൻ്റെ ഒരു സ്നേഹം തിരിച്ചറിയാനായിട്ട് നീ കഴിവുള്ളവളാകുക. നിനക്ക് ഞാൻ നൽകുന്ന ഒരു സ്നേഹം നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കി തീർക്കുമെന്നാണ് ദൈവം പറയുന്നത്. സ്വന്തം അമ്മ മറന്നാലും അച്ഛൻ മറന്നാലും ആരൊക്കെ മറന്നാലും ഞാൻ ഒരിക്കലും മറക്കാത്ത സ്നേഹമാണ്, നിന്നെ ഒരിക്കലും പിരിയാത്ത സ്നേഹമാണ് എൻ്റേത് എന്നാണ് ഈശോ പറയുന്നത്. യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43 അധ്യായം 44 തിരുവചനത്തിൽ പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. സങ്കീർത്തനങ്ങൾ 27 അധ്യായം 10 തിരുവചനം പറയുന്നു, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ നൽകുന്ന ഈ ഒരു സ്നേഹം നമുക്ക് എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്ന് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൻ്റേതായിട്ടുള്ള പാപങ്ങളിൽ നിന്നകന്ന് എപ്പോഴും ദൈവികപരമായ കാര്യങ്ങളിലേക്ക് കടന്നു വരുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്ക് മറ്റൊരു ജീവിതമുണ്ടെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉണ്ടാക്കുവാനും നമ്മൾ ശ്രമിക്കണം. നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം. വചനങ്ങളിലൂടെ ഈശോയെ നമ്മൾ അനുകരിക്കുന്നവരാകണം. നമ്മുടെ ഹൃദയത്തിലേക്ക് വചനങ്ങൾ നിറയ്ക്കണം. ഈശോയെ നൽകിയ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ നമ്മളിൽ ദൈവസ്നേഹം നിറയുന്നു. ഈശോ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? തനിക്കുള്ളവരെയെല്ലാം സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അവരുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലെല്ലാം ഈശോ അവരെ കാത്തു സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ദരിദ്രരായാലും പാപികളായാലും ഏതൊരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായാലും ഈശോ അവരെയെല്ലാം ഒരേപോലെയാണ് സ്നേഹിച്ചത്. അത്രമാത്രം സ്നേഹം ചൊരിയുന്ന ഒരു ദൈവപിതാവ്, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ കുരിശിൽ നൽകിയ ആ ഒരു ദൈവപിതാവ് നമ്മളോട് നമ്മുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, കുഞ്ഞേ, മകനെ, നീ എൻ്റെ സ്നേഹം തിരിച്ചറിയാത്തത് എന്താണ്? ആ ഒരു ദൈവസ്വരം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നൊരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഇന്നു മുതൽ ഈശോയുടെ മുമ്പിൽ നമുക്ക് നീതിനിഷ്ഠരായി ജീവിക്കാം. ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്ന വ്യക്തികളായി മാറാം. ഇന്നലെ വരെ ചെയ്തു പോയ ഓരോ തെറ്റുകുറ്റങ്ങളെയും ഈശോയ്ക്ക് മുന്നിൽ ഒരു നിമിഷം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ച് നമുക്ക് ഈശോ കാണിച്ചു തന്ന ആ വഴിയിലൂടെ നടക്കുന്ന വ്യക്തികളായി മാറാം. ദൈവമേ, കരുണാനിധിയായ ദൈവപുത്ര, ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെയും ഞങ്ങൾ വന്ന വഴികളെയും ഈശോയെ അങ്ങ് അറിയുന്നുവല്ലോ. എത്രമാത്രം പാപകരമായ ജീവിതത്തിലൂടെയാണ് ഓരോ നിമിഷവും ഞങ്ങൾ കടന്നു വന്നത്. ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ അനന്തമായ ഒരു ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയണമേ. അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാതെ പോകുന്ന ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. കാരുണ്യവാനായ ദൈവപുത്ര, ഞങ്ങളോടും ഈ ലോകത്തോടും കരുണയായിരിക്കണമേ. അങ്ങയുടെ വചനങ്ങളിൽ വളരുവാനും വചനത്തിൽ ജീവിക്കുവാനും വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തികളായി മാറുവാനായിട്ട് ഞങ്ങളെ മാറ്റണമേ. ഈശോയെ, അങ്ങയുടെ ശക്തമായിട്ടുള്ള കൃപകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. ആമേൻ.